ഹല്ലേലൂയ. ആമേൻ. എത്രവർക്ക് സന്തോഷമുണ്ട് ഇത്ര നല്ലൊരു ദൈവത്തെ കണ്ടുമുട്ടാൻ. ഹല്ലേലൂയ. അറിയാൻ ഒരു അവസരം ദൈവം തന്നത്. ഹല്ലേലൂയ. ലോകത്തിലെ ഒത്തിരി പേർക്ക് സുവിശേഷം അവർ മുന്നിൽ പറഞ്ഞിട്ട് പോലും ദേ ആർ നോട്ട് ഏബിൾ ടു അക്സെപ്റ്റ് ഇറ്റ്. കാരണം എന്താ? ഇത് കർത്താവിനാൽ സംഭവിക്കുന്നതാ. കർത്താവ് നമ്മളെ തിരഞ്ഞെടുക്കുന്നത് കൊണ്ടാ. പിതാവ് ആകർഷിക്കാതെ ആരും പുത്രൻ്റെ അടുത്ത് വരത്തില്ലെന്ന് വചനം പറയുന്നത്. ഹല്ലേലൂയ. പിതാവ് നമ്മളുടെ മേൽ എന്തോ ഒരു ആകർഷണം ഇട്ടത് കൊണ്ടാ ഹല്ലേലൂയ ഇത്ര വലിയ ഭാഗ്യം നമുക്ക് കിട്ടിയത്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ഒറ്റയ്ക്കാണോ ഭവനത്തിനകത്ത് ഹല്ലേലൂയ യേശുവിനെ അറിയാൻ ഇറങ്ങി തിരിച്ചത്? നിങ്ങൾ വിശ്വസിച്ചോണം, നിങ്ങളിലൂടെ കർത്താവ് ആ ഭവനത്തെ മുഴുവൻ നേടത്തക്കവണ്ണം വലിയ ചലനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അയക്കും. ആമേൻ. ഹല്ലേലൂയ. ചെറുതായിട്ട് 2 വാക്കിൽ പറയുകയാണെങ്കിൽ, എൻ്റെ വീട്ടിനകത്ത് ഞങ്ങൾ പാരമ്പര്യമായ ക്രൈസ്തവ, അതായത് സമുദായ സഭയിൽ നിന്ന് വലിയ കൊടിയ ഓർത്തഡോക്സ് പാരമ്പര്യത്തിനകത്ത് നിന്ന് വന്നവരാ. ഹല്ലേലൂയ. പക്ഷേ നിങ്ങൾ ഈ തർക്കം, ഈ യാക്കോബായ ഇതിനകത്ത് ന്യൂസിനകത്ത് എപ്പോഴും കേൾക്കുന്നൊരു സാധനമായിരിക്കും ഈ യാക്കോബായ ഓർത്തഡോക്സ് തർക്കം. അതിനകത്തെ മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സാണ് കോട്ടയത്ത്. ആ പള്ളിയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടുത്തെ സകല കാര്യത്തിനകത്തും ഞങ്ങൾ വീട്ടുകാർ മുഴുവനും ഭയങ്കര ആക്റ്റീവായിട്ട് നിന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഞങ്ങൾ പിള്ളേരെല്ലാവരും, ഞങ്ങൾ വീട്ടിലെ പിള്ളേരെല്ലാവരും കൊയറും സൺഡേ സ്കൂളും അതും ഇതും എന്നൊക്കെ പറഞ്ഞ് അതിനു വേണ്ടി മരിച്ചെടുക്കുക. എൻ്റെ അമ്മച്ചി സൺഡേ സ്കൂൾ ടീച്ചറാണ്. എൻ്റെ അപ്പച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും ഫ്രണ്ടിൽ പോയിരിക്കുന്ന ആളാണ്. അവിടെ ഒരാൾക്ക് സീറ്റുണ്ട്, അവിടെ വേറെ ആർക്കും സീറ്റില്ലെങ്കിലും അപ്പച്ചന് സീറ്റുണ്ട്. ഹല്ലേലൂയ. അത്രയ്ക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശ്വാസവും ഭയങ്കര ഇതിൻ്റെ പുറകെ നടന്ന ആൾക്കാരാണ്. പക്ഷെ ദൈവം ഓരോരുത്തരെ തൊടാൻ തുടങ്ങി. ഹല്ലേലൂയ. അതാണ് കർത്താവ് ഒരുവനെ ആകർഷിച്ചാൽ, ഹല്ലേലൂയ, പിതാവിൻ്റെ തിരഞ്ഞെടുപ്പ് ആരുടെങ്കിലും മേൽ വീണ് കഴിഞ്ഞാൽ ഹല്ലേലൂയ അവനെ ദൈവം പൊക്കിയെടുക്കും. ഹല്ലേലൂയ. അത് എവിടെ കിടന്നവരാണെങ്കിലും എത്ര പാരമ്പര്യം ചുമക്കുന്നവനാണെങ്കിലും ശരി, യേശുവിൻ്റെ സ്നേഹം അവരെ വന്ന് പിടിക്കും. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങൾ പലരും പല സാഹചര്യത്തിനകത്ത് പലപ്പോഴായിട്ട് കർത്താവിനെ അറിഞ്ഞവരാ. എൻ്റെ വീട്ടിൽ ഏറ്റവും ആദ്യമേ വിശ്വാസത്തിൽ വരുന്നത് എൻ്റെ അമ്മയാണ്. പെന്തക്കോസ്റ്റ് എന്ന് പറയുന്ന അനുഭവത്തെ ഏറ്റവും കൂടുതൽ വിമർശിക്കുകയും കളിയാക്കുകയും തള്ളിപ്പറഞ്ഞൊരു വ്യക്തിയാണ്. പക്ഷേ അമ്മ ജോലിക്ക് സൗദിയിൽ പോയപ്പോഴത്തേക്ക് അവിടെ വെച്ച് കളിയാക്കിയവരുടെ മുന്നിൽ വെച്ച് തന്നെ ദൈവം ഒരു പ്രേയറിന് കൊണ്ടിരുത്തി അവിടെ നിന്നു. ഹല്ലേലൂയ. അഭിഷേകം വ്യാപരിച്ചു. അന്ന് ആദ്യത്തെ ദിവസം ഒന്നും മനസ്സിലായില്ല. ഇവരെന്തിനാ ഇത്ര കൈയടിക്കുന്നത്, ഇവരെന്തിനാ ഒച്ച ഉണ്ടാക്കുന്നത്. സൗദിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിന്നെയും കുറച്ചും കൂടെയൊക്കെ ഈസിയാണ്. പക്ഷെ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മുറിക്കകത്തെല്ലാം പൂട്ടിയിട്ട് ഒരു ശബ്ദം പുറത്ത് കേൾക്കാൻ പാടില്ല. കേട്ട് കഴിഞ്ഞാൽ അവിടുത്തെ പോലീസ് മുഴുവൻ കൊണ്ടുവന്ന് ജയിലിൽ കൊണ്ടിടും. അത്രേ ഉള്ളൂ, കൂടുതലൊന്നും നടക്കത്തില്ല. അത്ര സ്ട്രിക്റ്റ് ആയിരിക്കുന്ന സ്ഥലത്ത് വെച്ച് ദൈവത്തെ അറിയുവാൻ ഒരു അവസരം കർത്താവ് കൊടുത്തു. അഭിഷേകം വ്യാപരിച്ചു. ഹല്ലേലൂയ. ഏറ്റവും പുറയിലിരുന്ന ആള് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് കണ്ണുറന്ന് നോക്കുമ്പോൾ തന്നെ കൈയടിച്ചു എന്ന് പറയുന്നു, തന്നെ ഏറ്റവും ഫ്രണ്ടിൽ വന്ന് ഇരുന്നെന്ന് പറയുന്നു. ഹല്ലേലൂയ. ഇതെങ്ങനെ സംഭവിച്ചു അറിയത്തില്ല. ഹല്ലേലൂയ. ഇതാണ് പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ മേൽ വരുമ്പോൾ അവൻ്റെ മേൽ ശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ. അവൻ്റെ ജീവിതം മാറാൻ തുടങ്ങും. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. മക്കളെ ഏൽപ്പിച്ചു കൊടുത്തു, ഭർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. കുടുംബത്തെ ഏൽപ്പിച്ചു കൊടുത്തു. വീട്ടിലുള്ളവരെല്ലാവരും കർത്താവിനെ അറിയണമെന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. ഇവിടെ ഇരിക്കുന്നവരാരെങ്കിലും ഒറ്റയ്ക്ക്, എന്നെ കേൾക്കുന്നവരാരെങ്കിലും കുടുംബത്തിനകത്ത് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഹൃദയത്തിനകത്ത് ഉറച്ചു വിശ്വസിച്ചോ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് വലിയ രക്ഷയുടെ ഹല്ലേലൂയ ഒരു വലിയ കൊടി കർത്താവ് വീശുക. ഹല്ലേലൂയ. നിങ്ങളെ ഓരോരുത്തരും ഹല്ലേലൂയ ദൈവത്തെ രുചിച്ചറിയത്തക്കവണ്ണം വലിയ കാര്യങ്ങൾ കർത്താവിൻ്റെ കാര്യം നിങ്ങളുടെ ജീവിതത്തിനകത്ത് നടക്കും. എൻ്റെ സ്വന്തം ബ്രദർ ഹല്ലേലൂയ ഈ അച്ചമ്പട്ടത്തിന് പോകാനിരുന്ന ആളാണ്. ഹല്ലേലൂയ. അച്ചമ്പട്ടം തിരുമേനിയാകാൻ വേണ്ടി കുഞ്ഞിലെ അതിനു വേണ്ടി ട്രെയിനിങ് എടുത്ത് സുറിയാനി പഠിച്ചുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ആ സുറിയാനി പഠിച്ച ആ വ്യക്തിയെ കർത്താവ് അവിടെ കൊണ്ട് നിർത്തിച്ചിട്ട് കോയമ്പത്തൂരിൽ പഠിക്കാൻ വിട്ട സമയത്ത് അവിടെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നത്. എത്ര സുവിശേഷം പറഞ്ഞാലും ഞാനിതിന് ചെവി കൊടുക്കുകയല്ല, ഇവിടെ എല്ലാം കളിപ്പീര, എല്ലാം പറ്റീര എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ വ്യക്തിയെ തന്നെ ദൈവം പിടിച്ച് ഹല്ലേലൂയ അഭിഷേകത്താൽ നിറഞ്ഞ് അവിടെ ഒരു യൂത്ത്
യൂത്ത് ചർച്ച് ഉണ്ടായിരുന്നു. ആ ചർച്ചിനകത്ത് വേർഷിപ്പ് ലീഡറാക്കി മാറ്റി. ഹല്ലേലൂയ. അങ്ങനെ ദൈവം ഓരോരുത്തരെ ഇവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ല ഞങ്ങൾ സ്നാനപ്പെട്ട കാര്യം, ഞങ്ങൾ ദൈവത്തെ അറിഞ്ഞെന്നുള്ളൊരു കാര്യം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ല. പക്ഷേ കർത്താവ് ഓരോരുത്തരെ പിടിക്കാൻ തുടങ്ങി. ഇവർ ഓരോരുത്തരെയും പ്രാർത്ഥനയിൽ ഭവനത്തിൻ്റെ എല്ലാവരും രക്ഷയിൽ വരണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. പിന്നീട് എൻ്റെ അമ്മ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഡിവോഴ്സ് ചെയ്ത് കളയുമെന്ന് പറഞ്ഞ ആളാ. പക്ഷേ അമ്മ സൗദി ചെന്ന് സ്നാനപ്പെട്ടു, അപ്പനെ ദൈവം തൊട്ടു. ഹല്ലേലൂയ. ആരും അറിയാതെ എൻ്റെ അപ്പം തന്നെ പോയി സ്നാനപ്പെട്ടു. ഹല്ലേലൂയ. ഇതൊക്കെ ദൈവം ചെയ്യുന്നതാ. ആരും തന്നെത്താൻ പറഞ്ഞതോ പ്രേരിപ്പിച്ചതോ ആരും പറഞ്ഞ് നിർബന്ധിച്ചതൊന്നുമല്ല. വിശ്വാസത്തിൻ്റെ ഭാഗം എൻ്റെ അമ്മ എസ്സേ പോലെ ലെറ്റർ എഴുതുമായിരുന്നു അപ്പന്. ഹല്ലേലൂയ. പക്ഷേ അതൊന്നും അപ്പനെ തൊട്ടില്ല. ജീവിതത്തിനകത്ത് അടുത്ത് അറിയുവാൻ ദൈവം ഒരു അവസരം കൊടുത്തു. ഹല്ലേലൂയ. അങ്ങനെ ദൈവം തൊട്ടു. ഹല്ലേലൂയ. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയ്ക്കും മറുപടി ഉണ്ട്. ഹല്ലേലൂയ. ഇതിനകത്ത് വലിയ ചലനങ്ങൾ കർത്താവ് അയക്കും. ദൈവം വിശ്വസ്തനാണെന്ന് തെളിയിക്കും. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തയോടെ നിങ്ങൾ ഓരോ ഭവനത്തിലിരിക്കുന്ന ഓരോ വ്യക്തികളെ കർത്താവ് തൊടുവാൻ ഇടയാക്കും. ഹല്ലേലൂയ. എൻ്റെ സഹോദരി, ഇതിനകത്ത് എല്ലാവരും വന്നു, അപ്പൻ വന്നു. അത് ഭയങ്കര വലിയ ഒരു ഞങ്ങളുടെ ഭവനത്തിനകത്ത് തന്നെ വലിയ കോളുകളൊക്കെ ആയി മാറി. അപ്പം അപ്പൻ പോകുന്നത് കണ്ട് സൺഡേ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇതിനകത്ത് എന്തോ പരിപാടിയുണ്ട് എന്ന് മനസ്സിലാക്കി. അപ്പൻ എന്നാണ് ഈ പള്ളിയിൽ ആരാധന കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ ആളെ കാണത്തില്ല, ആൾ വണ്ടി എടുത്തുകൊണ്ട് എങ്ങോട്ട് ഓടുന്നു കാണാം. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ദിവസം ഞാനും കണ്ടിട്ടേ ഉള്ളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എവിടെ പോവാണേലും ഞാനും വരുവാന്ന് പറഞ്ഞ് ഞാനും കയറി വണ്ടിയുടെ പുറകെ കയറിയിരുന്നു. അവിടെ ചെന്നു നോക്കിയപ്പോൾ ഒരു ആരാധനാലയം. ഞാൻ കണ്ണു തള്ളിപ്പോയി. അമ്മ ഡിവോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞ ആളാണ് ആരാധനയ്ക്ക് പോയിരിക്കുന്നത്. ഈ ആരാധനയ്ക്ക് പോയിരിക്കുന്ന ആളുടെ കൂടെ പോയി നിന്നു. അപ്പം എന്നോട് പറഞ്ഞു, സ്നാനപ്പെട്ട വിവരം എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പം എന്നാ ചെയ്തു? അപ്പം പറഞ്ഞു ഞാൻ ഇവിടെ ഇരുന്നോളാം, നീ അങ്ങ് പോയിരുന്നോളാൻ പറഞ്ഞു. അങ്ങ് പോയി ഞാൻ ഇരുന്നു. എല്ലാവരും സ്നാനപ്പെട്ട് കത്രിമേശയ്ക്ക് പങ്കാളിയെ എല്ലാവരും എഴുന്നേറ്റിരിക്കും. വലിയ ക്രൗഡാണ്. അങ്ങനെ ഒരു വലിയ സഭയിലാണ് പോയത്. ഞാൻ നോക്കിയപ്പോൾ അപ്പനെ കാണാനില്ല. എവിടെ പോയെന്ന് നോക്കി. ഈ എല്ലാവരും എഴുന്നേറ്റിരിക്കുന്ന സമയത്ത് ഞാൻ അപ്പനെ തപ്പി ഞാൻ ഇറങ്ങിയപ്പോൾ നോക്കുമ്പോൾ കത്രിമേശയ്ക്ക് പാനപാത്രം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ട ഞാൻ അറിഞ്ഞത് എൻ്റെ അപ്പൻ സ്നാനപ്പെട്ടെന്നുള്ള കാര്യം. ഹല്ലേലൂയ. അങ്ങനെ എല്ലാ എതിർപ്പിൽ നിന്ന് ഓരോരുത്തരെയും വിളിക്കാൻ തുടങ്ങി കർത്താവ്. ഹല്ലേലൂയ. അന്ന് ഞാൻ ഡിസൈഡ് ചെയ്തതാ, കർത്താവ് എന്നാ വന്നാലും എൻ്റെ ജീവിതവും യേശുവിനുള്ളതാ എന്ന്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം അന്ന് യേശുവിനെ രുചിച്ചറിയുവാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. അന്ന് ഞാൻ അപ്പൻ്റെ കൂടെ പിന്നെയുള്ള എവിടെ പോയാലും പള്ളിയിൽ ആരാധന പേരിന് പള്ളിയിൽ പോകുമായിരുന്നു. പേരിന് പള്ളിയിൽ പോയിട്ട് ഈ സമയമാകുമ്പോഴത്തേക്ക് അപ്പൻ്റെ കൂടെ വണ്ടി കയറി പോകും. അപ്പന് നോ പറയാൻ പറ്റത്തില്ല. കാരണം എന്താ? അപ്പൻ സ്നാനപ്പെട്ടിട്ടിരിക്കുക. എന്നോട് നോ പറയാൻ പറ്റത്തില്ല. അപ്പം മിണ്ടാതെ എന്നെ കൂട്ടിക്കൊണ്ട് പോകും. ഹല്ലേലൂയ. അവധിക്ക് വന്ന് എൻ്റെ ചേച്ചിയോട് സുവിശേഷം പറഞ്ഞു. ചേച്ചി മാറത്തില്ല, ഇതൊന്നും നടക്കത്തൊന്നുമില്ല, നിങ്ങൾ വേണേ പോകും, ഞാൻ വരത്തില്ല, ഞാൻ പള്ളി വിട്ടൊരു പരിപാടി ഇല്ലെന്ന് പറഞ്ഞ് വാദിച്ച ആളിനെ പ്ലെയിനിൽ കയറിയപ്പം അടുത്തിരുന്ന ദൈവദാസനായിരുന്നു. അതറിഞ്ഞില്ല. സുവിശേഷം പറഞ്ഞു. അവിടെ യേശുവിന് വേണ്ടി സ്വന്തം ജീവനെ കൊടുത്തു. ഒരു പ്ലെയിനിനകത്ത് വച്ച് ഒരാൾ രക്ഷിക്കപ്പെട്ടു. അവിടെ വെച്ച് തീരുമാനമെടുത്തു. ജീവിതത്തിനകത്ത് മാറ്റങ്ങൾ അയച്ചു. ഹല്ലേലൂയ. അവിടെ വെച്ച് ഹല്ലേലൂയ ജീവിതത്തിനകത്ത് സ്നാനപ്പെടുവാനുള്ളൊരു അവസരം കർത്താവ് ഒരുക്കിയിടും. ഒറ്റയ്ക്ക് ഒരാളെ സ്നാനപ്പെടുത്താൻ വേണ്ടി. അന്ന് ചേച്ചി സിംഗപ്പൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അന്ന് ചേച്ചി എന്നോട് പറഞ്ഞു, ചേച്ചി അവിടെ ഒരാളെ സ്നാനപ്പെടുത്താൻ വേണ്ടി ഈ ദേവദാസൻ സിംഗപ്പൂരിൽ ഇറങ്ങി പുള്ളിക്കാരത്തേക്ക് വേണ്ടി മാത്രം ഒരു സ്വിമ്മിംഗ് പൂളിനകത്ത് പോയി സ്നാനപ്പെടുത്തിയിട്ട് പുള്ളി അടുത്ത ഫ്ലൈറ്റ് കയറി പുള്ളി പോകേണ്ട സ്ഥലത്ത് പോയി. ഹല്ലേലൂയ. അങ്ങനെ വേറിട്ട സ്ഥലങ്ങളിൽ വെവ്വേറെ സ്ഥലങ്ങളിൽ ഇരുന്ന് വെവ്വേറെ അനുഭവത്തിൽ നിന്ന് കർത്താവ് ഒരുമിച്ച് ഒരാളെ പിടിക്കാൻ തുടങ്ങി. പിന്നീട് മനസ്സിലായി എല്ലാവരും സ്നാനപ്പെട്ടു. പിന്നീട് മനസ്സിലായി എല്ലാവരും യേശുവിനെ അറിഞ്ഞു. പിന്നെ യേശു മതി. ഹല്ലേലൂയ. യേശു മതി. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ദൈവം ഒരുവനെ തൊട്ടാൽ ആ ഭവനം മുഴുവൻ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. എൻ്റെ സാഹചര്യം എത്ര ചെറുതായിക്കോട്ടെ, പ്രശ്നങ്ങൾ നിറഞ്ഞായിക്കോട്ടെ, പ്രതികൂലങ്ങൾ നിറഞ്ഞായിക്കോട്ടെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായെങ്കിൽ മറ്റുള്ളവർ കൂടെ നിൽക്കുന്നവരും പുതിയ സൃഷ്ടികളായി മാറും. ഹല്ലേലൂയ. വിശ്വസിച്ചോണം. സാഹചര്യങ്ങളെ നോക്കരുത്. വിശ്വസ്തയോടെ ദൈവത്തെ സ്തുതിച്ചോണം, മുറുകെ പിടിച്ചോണം. സാഹചര്യങ്ങൾ, പ്രതികൂലങ്ങൾ, കുത്തുവാക്കുകൾ, വേദനിപ്പിക്കുന്ന മേഖലകൾ, നിന്നെ കളിയാക്കുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴൊക്കെ ഉറച്ച് വിശ്വസിച്ചോണം, ഉറച്ച് ദൈവത്തെ പിടിച്ചോണം. ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ പിന്മാറി എവിടെയും പോകത്തില്ല. ഹല്ലേലൂയ.
ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ കഴിയും ഞാൻ എൻ്റെ ദൈവത്തെ വിട്ട് എവിടെയും പോകത്തില്ല? ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം വിശ്വസ്തനായ ദൈവം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചത് കൊണ്ട് മാത്രം. ഹല്ലേലൂയ. ഈ ചെറിയ സാക്ഷ്യം കർത്താവ് പറയാൻ ഇടയാക്കി. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആമേൻ.